അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും ചെയ്യുന്ന ഡോക്ടറുടെ സേഫ്റ്റിക്കും അവിടെ ആ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും സേഫ്റ്റി, അനസ്തെറ്റിസ്റ്റ്, നഴ്സുമാര്, എല്ലാവരുടെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഹ്യൂമൻ എറർ എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ള കാര്യമാണ്. എത്ര പേര് അടങ്ങുന്ന ടീമായിട്ട് എത്ര ശ്രദ്ധിച്ച് ചെയ്താൽ പോലും ഹ്യൂമൻ എറർ സംഭവിക്കാം. ഇതില് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന്, ആദ്യത്തെ ഭാഗത്തിന് സൈൻ ഇൻ, 2 സൈൻ ഔട്ട്, മൂന്നാമത്തത് ടൈം ഔട്ട്. പിന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സൈൻ ഇൻ പ്രധാനമായിട്ടും ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതിൽ മെയിൻലി ഉള്ള കാര്യങ്ങൾ, ഒന്ന് പേഷ്യന്റിനെ കൺഫേം ചെയ്യുക. പിന്നീട് അനസ്തേഷ്യ ഈ എക്യുപ്മെന്റ്സ് എല്ലാം ഓക്കെ ആണോ, മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് മെഷീൻ പ്രോപ്പർലി വർക്ക് ചെയ്യുന്നുണ്ടോ, ഓക്സിജൻ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ, കൊടുക്കുന്ന മെഡിക്കേഷൻസ് എല്ലാം കറക്റ്റായിട്ട് പെട്ടെന്ന് എടുക്കത്തക്ക രീതിയിൽ കയ്യെത്തും ദൂരത്തുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അനസ്തേഷ്യ ടീം ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയിട്ടാണ് പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്ന പ്രോസസ്സിലേക്ക് തന്നെ കടക്കുന്നത്. അപ്പോൾ സൈറ്റ്, ഓപ്പറേഷൻ ചെയ്യുന്ന സൈറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഇൻസിഷൻ, ഒരു മുറിവുണ്ടാക്കുമല്ലോ, ആ ഇൻസിഷൻ പോലും സ്കിൻ മാർക്കർ പെൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഇതിലേക്ക് കിടക്കാൻ എന്നുള്ളതാണ് അത് സൈൻ ഇൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സൈൻ ഔട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇൻസിഷന് മുമ്പ്, ഈ മുറിവ് ഉണ്ടാക്കുന്നതിന് മുൻപ് കൺഫേം ചെയ്യണം. ആദ്യം ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ സർജറി ചെയ്യാൻ പോകുന്ന ടീം, ഇപ്പൊ ഞാൻ മെയിൻ സർജൻ ഞാനാണ്, എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആള് ഇദ്ദേഹമാണ്, അസിസ്റ്റ് ചെയ്യുന്ന നേഴ്സ് ഇദ്ദേഹമാണ്, ഫ്ലോർ നേഴ്സ് ഇതാണ്. അപ്പൊ നമ്മൾ ഇന്ന രോഗിക്ക്, ഈ പേഷ്യന്റിന്റെ പേര് ഇത്ര ഏജുള്ള ഈ രോഗിക്ക് ഇന്ന അസുഖമായതുകൊണ്ട് ഈ സർജറി ആണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഈ സർജറി എത്ര സമയം എടുക്കാം, രൂഹം, ഇപ്പോൾ ഒരു 3-4 മണിക്കൂറോളം സർജറി നീണ്ടു നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന മേജർ കോംപ്ലിക്കേഷൻസ്, ഇപ്പോൾ ഏതെങ്കിലും മേജർ ബ്ലഡ് വെസൽസിനെയൊക്കെ എൻകൗണ്ടർ ചെയ്യുന്ന സർജറി ആണെങ്കിൽ അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുക. ഒരുപാട് ബ്ലഡ് ലോസ് വരുന്ന സർജറി ആണെങ്കിൽ അതൊക്കെ നേരത്തെ പറയണം. ഈ ഒരു മുറിവുണ്ടാക്കി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു, ഇനി അത് ക്ലോസ് ചെയ്യാൻ തുടങ്ങണം. ക്ലോസ് ചെയ്യാൻ തുടങ്ങുക എന്ന് പറയുന്നത് അതൊരു കുറേ ടൈം എടുക്കുന്ന പ്രൊസീജിയറാണ്. നമ്മൾ ഈ ഒരുമിച്ചല്ല ക്ലോസ് ചെയ്യുന്നത്. ഈ ഒരു മുറിവുണ്ടാക്കി കഴിഞ്ഞാൽ ഒറ്റ സ്വിച്ചറിട്ട് അങ്ങനെ ക്ലോസ് ചെയ്യല്ല, ലെയർ ബൈ ലെയർ ആയിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ലെയർ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ കൗണ്ട് എടുത്തിരിക്കണം. കൗണ്ട് എടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ നേഴ്സ് കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പുറത്തുണ്ട് എന്നുള്ള കൗണ്ട് എടുക്കുക. ഗോസ് പീസുകളെല്ലാം വെളിയിലാണ്. ഇപ്പോ കോട്ടൺ പീസുകളെല്ലാം തന്നെ ഇപ്പൊ പുറത്തുണ്ടെന്ന് ഫ്ലോർ നേഴ്സ് എണ്ണി തിട്ടപ്പെടുത്തി ഓക്കെ എന്ന് പറയണം. എന്നാൽ മാത്രമേ ക്ലോഷർ തുടങ്ങുള്ളൂ.